പോലീസുകാരൻ സുഭാഷിനോട് ചോദിക്കും, അവളെ നിനക്ക് കെട്ടിച്ചേരില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ അവളെ ശല്യം ചെയ്യാൻ പോയത്? സുഭാഷ് പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സുധിയ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുമ്പോൾ പോലീസുകാരൻ അറിയും, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നിധി ആ സമയത്ത് ഉള്ളിലോട്ട് വരും. പോലീസുകാരൻ ചോദിക്കും, ആരാ? നിധി പറയും, ഞാൻ സുധിയുടെ വൈഫാ. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് വലിയ സന്തോഷമാവും. നിധി പറയും, സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുനന്ദയാണ് അങ്ങോട്ട് വന്നത്, ഞാനവിടെ ഉണ്ടായിരുന്നു. പോലീസുകാരൻ പറയും, പെൺകുട്ടിയുടെ പരാതിയിലാണ് ഞങ്ങൾ കേസെടുത്തത്. നിങ്ങൾ പറയുന്നത് ഞാനെങ്ങനെ വിശ്വസിക്കും? നിധി പറയും, ഞാനൊരു പെൺകുട്ടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് തടയുമായിരുന്നു. ആ പെൺകുട്ടി നേരിട്ടല്ലല്ലോ പരാതി തന്നത്, അവരുടെ അച്ഛനല്ലേ. ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരുടെ അച്ഛൻ പറയുന്നത് നിങ്ങളെങ്ങനെ വിശ്വസിക്കും? ആ പെൺകുട്ടി പറയട്ടെ സുഭാഷ് ഏട്ടൻ അവളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന്. സുഭാഷ് നിധിയോട് പറയും, മോള് വീട്ടിലേക്ക് പോയിക്കോ, ഇതിലൊന്നും ഇടപെടണ്ട. നിധി പറയും, സുഭാഷ് ഏട്ടൻ നിധിയുടെ നമ്പർ ഒന്ന് എനിക്ക് തരുമോ, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിധി സുനന്ദയെ ഫോൺ വിളിക്കുകയാണ്. എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയും. നീ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരണം, എന്നിട്ട് സത്യങ്ങളൊക്കെ പറയണം. സുനന്ദ കേസ് കൊടുത്തത് അച്ഛനാ, എന്നെ ഇവരെ ഇവിടെ തടവിലിട്ടാ എനിക്ക് വരാൻ കഴിയില്ല. നിധി വയ്ക്കും, അപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് സുഭാഷ് ഏട്ടൻ ജയിലിൽ കിടക്കണോ? സുനന്ദ പറയും, വീട്ടിൽ എല്ലാവരും ഉണ്ട് നിധി, എന്നെ പുറത്തേക്ക് പോകാൻ ഇവർ സമ്മതിക്കില്ല, ഞാൻ എന്ത് ചെയ്യും? നിധി പറയും, ഞാൻ ഇൻസ്പെക്ടറെ അടുത്തുനിന്ന് വീഡിയോ കോൾ ചെയ്യാം, നീ അതിൽ സംസാരിച്ചാൽ മതി, നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിധി ഇൻസ്പെക്ടറോട് കാര്യം പറയും, ഞാൻ വീഡിയോ കോൾ ചെയ്യാം, അവളായിട്ട് സാറൊന്ന് സംസാരിക്കുമെന്ന് പറയും. ഇൻസ്പെക്ടർ അതിന് സമ്മതിക്കും. നിധി സുനന്ദയെ വിളിക്കുന്ന സമയത്ത് സുനന്ദയുടെ അമ്മ അങ്ങോട്ട് വരികയാണ്. സുനന്ദയ്ക്ക് അപ്പോൾ കോൾ എടുക്കാൻ കഴിയില്ല. നിധി പിന്നെയും വിളിക്കും. അമ്മ ഫോൺ വാങ്ങിച്ചിട്ട് വയ്ക്കും, ഇവളെന്തിനാ നിന്നെ വിളിക്കുന്നത്, പറയടേ. സുനന്ദ പറയും, സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാണ് സുഭാഷ് ഏട്ടനെ കാണാൻ അങ്ങോട്ട് പോയത്, പിന്നെ നിങ്ങളെന്തിനാ സുഭാഷ് ഏട്ടൻ്റെ പേരിൽ കേസ് കൊടുത്തത്? നിധി പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കുന്നത്, ഞാൻ അവരോട് സത്യം പറയാൻ പോവാ. അമ്മ പറയും, നീ ആരെയും വിളിക്കാൻ പോണില്ല, ആരോടും സംസാരിക്കാനും പോണില്ല, ഇനി നീ ഫോൺ കൈ വെക്കണ്ട. ആ ചെറുക്കനും വീട്ടുകാരും ഇപ്പോൾ പെണ്ണ് കാണാൻ വരും, മര്യാദയ്ക്ക് റെഡി ആയിട്ട് നിന്നോണം. ഇൻസ്പെക്ടർ നിധിയോട് വയ്ക്കും, എന്താ ഫോൺ എടുക്കുന്നില്ലേ? നിധി പറയില്ല, ഇപ്പം എന്നോട് സംസാരിച്ചതാ, അത് ആരെങ്കിലും കണ്ടു കാണും, അവർ ചിലപ്പോൾ ആ ഫോണ് വാങ്ങി വെച്ച് കാണും. അവൾക്ക് അവരെ ധിക്കരിച്ച് ഒന്നും പറയാൻ കഴിയില്ല, അവളൊരു പാവമാണ്. സാറ് അവളുമായിട്ട് ഒന്ന് സംസാരിക്കണം. സുഭാഷ് ഏട്ടൻ തെറ്റ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ സാർ കേസെടുത്തോ. സുനന്ദയുടെ വീട്ടിലാണെങ്കിൽ പെണ്ണ് കാണലിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് നിധി ഇൻസ്പെക്ടറും കൂടി സുനന്ദയുടെ വീട്ടിലേക്ക് വരും. പോലീസുകാരൻ ചോദിക്കും, നിങ്ങളുടെ മകളെ അവൻ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ കേസ്, നിങ്ങൾ മകളെ ഒന്ന് വിളിക്കണം. സുനന്ദയുടെ അമ്മയാണെങ്കിൽ അവരെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. നിധി പറയും, നിങ്ങളെപ്പോലെ ഫേക്കായിട്ടുള്ള ഒരാൾ മതി നാളെ ജെനുവിനായിട്ട് പരാതി കൊടുക്കുന്ന ഒരാളെ തെറ്റിദ്ധരിക്കാൻ. പോലീസുകാരൻ പിന്നെയും നിധിയെ വിളിക്കാൻ പറയുന്നുണ്ടെങ്കിലും ഇവരൊരോന്ന് പറഞ്ഞ് അതിന്ന് ഒഴിഞ്ഞു മാറാണ്. പോലീസുകാരൻ പറയും, നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ അകത്ത് കയറിയിട്ട് ചോദിക്കേണ്ടി വരും. അമ്മ പറയും, എൻ്റെ കുട്ടി അപമാനം കൊണ്ട് മിണ്ടാൻ പോലും കഴിയാതെ ഇരിക്കുക, കരച്ചിലോടെ കരച്ചിലാണ്. അച്ഛനും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. നിധി പറയും, ഇതൊക്കെ കള്ളമാണ്, ആ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സുനന്ദ സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ സാറിന് കേൾപ്പിച്ചു തരാമെന്ന് പറയും. എന്നിട്ട് നിധി അത് പ്ലേ ചെയ്യാണ്. ഒരു ലേഡി കോൺസ്റ്റബിളിനോട് ആ പെൺകുട്ടിയെ ഇറക്കി കൊണ്ടുവരാൻ പറയും. അമ്മ പറയും, ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അകത്ത് പോയിട്ട് സുനന്ദയോട് ചൂടായിട്ട് സംസാരിക്കുകയാണ്. പോലീസുകാരുടെ അടുത്ത് പോയിട്ട് അച്ഛൻ കൊടുത്ത പരാതിക്കെതിരെ പറയരുതെന്ന് അമ്മ സുനന്ദയെ ഭീഷണിപ്പെടുത്താണ്. പോലീസുകാരൻ ആ കാര്യം സുനന്ദയോട് ചോദിക്കും. ഊവ് അല്ലെങ്കിൽ ഇല്ല, അത് മാത്രം പറഞ്ഞാൽ മതി. സുനന്ദയാണെ ഒന്നും മിണ്ടുന്നില്ല. സുനന്ദ സത്യങ്ങളൊക്കെ പറയും. പോലീസുകാരൻ ചോദിക്കും, ആ പരാതി തന്നത് നിങ്ങളാണോ? സുനന്ദ പറയും, അല്ല സാർ, അത് അച്ഛനെൻ്റെ ഒപ്പിട്ടതാ. അമ്മ പറയും, സാറേ മോള് പേടിച്ചിട്ട് പറയുന്നതാ. ഇൻസ്പെക്ടർ വരും, മിണ്ടിപ്പോരുത്, സകല എണ്ണത്തിന് ലോക്കപ്പ് കൊണ്ടുപോയിട്ട് ചവിട്ടി കൂട്ടും ഞാൻ. കുട്ടി അവിടെ പോയിരുന്നോ? സുനന്ദ പറയും, പോയിരുന്നു. എന്തിനാ പോയത്? എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ് സാർ, എനിക്ക് ഇവർ വേറെ കല്യാണം ആലോചിച്ചു, ആ വിഷമം പറയാൻ പോയതാ ഞാൻ. സുഭാഷ് ഏട്ടൻ എന്നോട് വരാൻ പറഞ്ഞിട്ടില്ല, ഞാനാ പോയത്. സുഭാഷ് ഏട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, അതൊക്കെ അച്ഛനും മാമനും കൂടി പറഞ്ഞുണ്ടാക്കിയതാ. അമ്മ പിന്നെയും ന്യായീകരിച്ച് പറയുമ്പോൾ പോലീസുകാരൻ പറയും, നിങ്ങൾ ഈ കുട്ടിയെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, ഇതിൻ്റെ പേരിലേ ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഗാർഹിക പീഡനത്തിന് ഞാൻ സകല എണ്ണത്തിന് അകത്താക്കും. കള്ളപ്പരാതി തന്നതിന് സുനന്ദയുടെ അച്ഛനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോവുകയാണ്.